രോഹിണിക്ക് വല്ല ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്തു പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം. കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? അതല്ല, ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ ഉടക്കല്ലേ. നീ വലിയ ശീലാവധി അറിയൊന്നും വേണ്ട. എല്ലാവരും ഒന്നൊന്നും എന്തു ആവാന്നോ? അല്ലടാ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാരെ അങ്ങോട്ടൊന്നില്ലേ? ഞാനോ? ഈ കയ്യമോ ഈ രാഘവനോ? അതാ ഈ നിഷ്കളങ്കായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പറഞ്ഞു. ഞാൻ പറഞ്ഞു. മര്യാദക്കൂടെ കഴിഞ്ഞില്ല. എല്ലാത്തിനും ഞാൻ വിശുദ്ധന്ന് കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാൽ അത് എന്റെ പെണ്ണിലേക്ക് വരൂ. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല. അത് ഓർമ്മ വേണം. എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ. അപ്പുറത്തേക്ക് പോ. എന്തമ്മേ, എന്താ ജോക്കർ? ജോക്കർ വരുന്നുണ്ട്. അശ്ലീലം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇരുന്നു അവസാനം മാവുണ്ണാൻ നേരത്ത് കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കുകയുള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീൽസ് ഇല്ലാതെ കയറുന്നോണ്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തൻ പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം റിഹേഴ്സൽ നടത്താം. നിന്റെ കുത്ത് മറ്റേതല്ല, നവീനം. അത് വേണ്ട. രാമായണം പഴയ രൂപത്തിൽ. രാമായണം പഴയ രൂപത്തിൽ തന്നെ. എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ ഒരു കുറവ്? എന്താ അവർക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. ശരിയാ, ഓളെ പിടിച്ച് സീതയാക്കിയാലേ ഇവൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ പോലെ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല 9 സീതയെ കിട്ടും. തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ്. കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? ശ്രീരാമൻ മാറണം. എന്താ എന്നിട്ട് എന്തോ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേരെ ഇതാ. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അവൻ നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം. ആരും ഒന്നും ആകണ്ട. ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വേണമേ, പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. പിന്നെ നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? അപ്പൊ ഞാനാണോ അലവലാദി? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞ
ആരാണ് ശ്രീരാമൻ ആകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. മനസ്സ് എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഓഹോ, നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാം കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശ്വര്യമായിട്ട് ഒരെണ്ണം എടുത്താൽ. ആ എടി കേട്ടോ, ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് നമ്മളല്ലേ നിന്റെ. എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അതൊന്ന് നോക്കട്ടെ. അല്ല ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. പിന്നെ ശ്രീരാമൻ കെട്ടില്ല, ലക്ഷ്മണൻ കെട്ടതൊന്നും ഇത് ചെലപ്പം പിള്ള, ഇത് ചെലപ്പം പിള്ള, ഇത് ചെലപ്പം പിള്ള, എല്ലാം ചെലപ്പം പിള്ള. ഇത് മറ്റേ ഏർപ്പാട് ഇവിടെ കഴിഞ്ഞു. ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇതെന്താണല്ലോ? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ ഉണക്കമില്ല കളി കളിച്ച് അടിച്ച് കണ്ണിന് സിനിമ ചേട്ടാ ചേട്ടാ ഇതിനൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. തീരുമാനം. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും. ഇവിടെ രാമനുമില്ല സീതയുമില്ല. ഇല്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആരാദ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. ഒരു ചായ കന്നേ, ഒരു ചായ. ചായ. അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല, ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു 5-10 കച്ചവടം കിട്ടും. അത് കഴിഞ്ഞാൽ പൊതുവെ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല. ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? തല്ലുള്ള തന്നെ സൂക്കേട്. അയ്യോ, ഭാഗ്യത്തിന് ആ പാറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ടോലെ കലവല ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ദേ ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി? അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എനിക്ക് പോവുപോയി. തന്നെ കൊണ്ട് എന്തെരുന്ന് കൊള്ളാം. ഒരു പെണ്ണ് മൂത്തോക്കി ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തെന്നാ ചിരിച്ചേ? സുങ്ങളഞ്ഞി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ, ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുകൾ വിളിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേറ്റ് റുപ്പിച്ചേരി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ഓലി മണ്ണാ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല, ഉത്തരത്തിൽ രാമ 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 എന്റെ അമ്മോ. രാമ 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 രാമ. ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് 1 മാസം ലീവ് എടുത്താലോ? അത് ബുദ്ധി. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എന്ത്
അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി. പോകാനാ സ്വാമി? എന്തെങ്കിലും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. ശമ്പളം വായിച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിനെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവ് എന്തിനാണ് ശമ്പളം വായിച്ച് ചാലയുടെ തുമ്പി കെട്ടി ഇടണത്? എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. അയ്യോ ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപ്പടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ്. സ്വാമിക്കൊരു 4 എണ്ണ ചെലവായി കൂടിയേ. എന്തിനാ? ഇത്തിപ്പോ ഒരു എലി വിഷം വാങ്ങിച്ച് അതിന് കൊടു. കിളവിടെ കാറ്റ് പോവും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കര പൊയ്ക്കോളൂ. എനിക്കറിയാം, എവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ദാവിക്കുന്നു നമ്മുടെ പുതിയ സീത. ഏത് 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 ഇതാ ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരു വാരം മറ്റിടത്ത് നോട്ടമല്ലോ. കാണേ അത് കുളിക്കുക ശ്രമിക്കുക ചെയ്യേ. സൗകര്യമുണ്ട്. അങ്ങോട്ട് ഇത് എവിടെ നീ വധു എങ്ങനെയുണ്ട്? അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാലി ഏമാരുടെ പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്ന ഓളാ സീത. ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടവാൾ എനിക്കറിയാം. മൊയിലാളി ഇവിടും തപ്പി എടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ ഭേദം. ആദ്യം അഭിനയിക്കാൻ ഒക്കൂലൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തം പിടിക്കുക. നാളെ റിഹേഴ്സലുണ്ട്. എന്താണോ? ഒന്നല്ലേ മലയാളി, നമ്മുടെ നദീന്റെ തന്തയ്ക്ക് ഒരു 10 ഉറുപ്പിക കൊടുക്കേ, കള്ളു കുടിക്കേ. അതുകൊണ്ട് കൂടി ഞാൻ പിടിച്ചോട്ടെ. വാങ്ങിച്ചോട്. നമ്മളെ പോരാ, 10 ഉറുപ്പിക നമുക്ക് കൊടുക്കുള്ളൂ. ഞമ്മളെ മൊലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടമില്ലല്ലേ മൊലാലി? എന്താ? അല്ല, ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശൊന്നും തരാതെ മൊലാലിന്റെ അമ്മമാര് പറ്റിച്ചെന്ന്. താനാരോടും പറയണ്ട. അതാണ് നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാതെ ഞാൻ സ്റ്റേജ് കയറുവോ? ഒറ്റയടി പകയിലാണ് നമ്മള് മൊലാലി. കേൾക്കാൻ പഠിച്ചാ പോരാ, നിൽക്കാൻ പഠിക്കണം. പഠിക്കാം. മലയാളി, പിന്നെ ഞമ്മള് വീട്ടിൽ നെയ്ത്ത് വന്നിട്ടേ, നമ്മൾ ചെറിയ അഞ്ചന് പാർക്ക കല്യാണാണ്. കയ്യിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കെ. വീട്ടിൽ കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് ഈ മലയാളി 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 ആരാണ് എന്താണ് പരിപാടിയോ? എവിടെയാണ് എന്തോ പരിപാടി? എവിടെയാണ്? രാമനാട് വീട് ഏതാണ്? ഇത് രാമനാട് വീടല്ലേ? വാഴയാണ്, വാഴ. മലയാളി, അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യം അല്ല, കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം. അതെന്താണെന്ന് മലയാളി, ആരും ഞമ്മളെ സഹായിക്കല്ലാണ്ടായിപ്പോയി, അതുകൊണ്ടാണ്. ഉറങ്ങുകയാണല്ലേ? ഉറങ്ങിക്കോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ ഞമ്മക്കും ഉറക്കം വരും, അപ്പൊ കാണാം. തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ചാൽ ഇല്ല മാഷേ. പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ ശമ്പളമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മൊയിലാലി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാ വർത്താനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം
ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല അതിപ്പോ പുരാണായാലും സോസിലായാലും ഇവിടെ മത്സ്യമാംസം ഒന്നും ഇല്ലല്ലോ. ഒന്നും മിണ്ടായിരേ മുതലാളി, സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെങ്കിലും ചുരുളോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാ നിർത്തുന്നത്? മത്സ്യമാംസം സീത അശോകവനത്തിൽ. കുട്ടികളായ ശ്രദ്ധ വേണം. ഈ നക്കുന്ന കാര്യമല്ലാതെ വേറെ ഒരു ചിന്തയില്ലല്ലേ? ഇതെന്താ സത്രമാണോ? തൊടുവ് വരാനും തൊടുവ് പോകാനും? ബസ് കിട്ടില്ല. അതെങ്ങനെയാ? ബസ് കിട്ടണമെങ്കിൽ മനസ്സ് നന്നായിരിക്കണം. നാളെ മുതൽ ഇങ്ങനെ താമസിച്ച് വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? താൻ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തിവെച്ചത്. നീ എന്റെ രോഹിണിയെ ചീത്ത പറയല്ലേടാ. ഇങ്ങോട്ടിരിക്കെ. അമേരിക്ക